നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സ്പീക്കറുടെ ശാസനകളിൽ മന്ത്രി എം.ബി. രാജേഷിന് കടുത്ത അതൃപ്തി. സ്പീക്കറുടെ അനുവാദം കൂടാതെ പ്രതിപക്ഷത്തിന്റെ ചോദ്യത്തിന് ഉത്തരം നൽകിയ എക്സൈസ് മന്ത്രി എം.ബി. രാജേഷിനെ ശാസിച്ച സ്പീക്കർ എൻ ഷംസീർ നിയമസഭാ ചട്ടങ്ങൾ അനുസരിച്ചാണ് പ്രവർത്തിച്ചത്. സംസ്ഥാനത്ത് ലഹരി ഉപയോഗം വർദ്ധിക്കുന്നതും അക്രമ സംഭവങ്ങൾ കൂടുന്നതും സംബന്ധിച്ച് പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയത്തിന്റെ ചർച്ചയ്ക്കിടെയായിരുന്നു സ്പീക്കറുടെ ഇടപെടൽ. മന്ത്രി സംസാരിക്കുന്നതിനിടെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ചോദ്യം ചോദിച്ചതും മന്ത്രി മറുപടി നൽകിയതും സ്പീക്കർക്ക് ഇഷ്ടമായില്ല. തിരുവഞ്ചൂരിന് ചോദ്യം ചോദിക്കാനുള്ള സാഹചര്യം സ്പീക്കർ നിഷേധിച്ചില്ല. എന്നാൽ മറുപടിക്ക് ശേഷം ശാസനയും വന്നു. ഇതാണ് രാജേഷിനെ വേദനിപ്പിക്കുന്നത്. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ CPI സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെയും മന്ത്രി തന്റെ പരാതി അറിയിച്ചേക്കും. പരസ്പരമുള്ള ഷട്ടിൽ കളിയല്ല നിയമസഭയിൽ ചർച്ചയെന്ന് സ്പീക്കർ പറഞ്ഞു. ചർച്ചയ്ക്കിടെ സ്പീക്കറുടെ അനുവാദമില്ലാതെ പ്രതിപക്ഷം ചോദ്യം ഉന്നയിക്കുകയും മന്ത്രി മറുപടി പറയുകയും ചെയ്താൽ ഇനി മന്ത്രിക്ക് ഉൾപ്പെടെ മൈക്ക് നൽകില്ലെന്ന് മുന്നറിയിപ്പ് നൽകി. ഇതോടെ മന്ത്രി രാജേഷ് ക്ഷമ ചോദിച്ചു. ക്ഷമയുടെ കാര്യമല്ല, ഇനി മുതൽ അനുസരിക്കണമെന്നായിരുന്നു സ്പീക്കറുടെ മറുപടി. ഇതും പരിഹാസം തുളുമ്പുന്ന കമന്റായി മാറി. അതേസമയം ലഹരിക്കെതിരെ പല പദ്ധതികൾ ഉണ്ടെങ്കിലും അതൊന്നും സ്കൂളുകൾ നടപ്പാക്കുന്നില്ലെന്ന പ്രതിഭ MLAയുടെ കുറ്റപ്പെടുത്തലും ശ്രദ്ധേയമായി. സ്പീക്കറായിരുന്ന MB രാജേഷ് മന്ത്രിയായ ഒഴിവിലാണ് ഷംസീർ സ്പീക്കറായത്. സ്പീക്കറായ ഷംസീർ മന്ത്രി രാജേഷിനെതിരെ വടിയെടുക്കുന്നത് ഇത് ആദ്യ തവണയല്ല. സ്പീക്കറായിരുന്നപ്പോൾ രാജേഷ് പലതവണ ഷംസീറിനെ ശാസിച്ചിട്ടുണ്ട്. ഇതെല്ലാം കണക്കിലെടുത്ത് ഇനിയും ശാസനകൾ മന്ത്രി രാജേഷ് പ്രതീക്ഷിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് CPI നേതൃത്വത്തെ അടക്കം തന്റെ വേദന അറിയിക്കാനുള്ള രാജേഷിന്റെ നീക്കം. രാഷ്ട്രീയത്തിന് അതീതനാണ് സ്പീക്കർ. ഈ സാഹചര്യത്തിൽ സ്പീക്കർക്കെതിരെ CPM പരസ്യ നിലപാടുകളൊന്നും എടുക്കില്ല. എന്നാൽ അനൌദ്യോഗികമായി അതൃപ്തി സ്പീക്കർ അറിയിക്കാനാണ് സാധ്യത. 2024 ജൂലൈ 5-നാണ് ആദ്യമായി നിയമസഭയിൽ രാജേഷിനെതിരെ ഷംസീർ തിരിഞ്ഞത്. പ്രതിപക്ഷത്തിന് പ്രസംഗിക്കാൻ കൂടുതൽ സമയം നൽകുന്നെന്ന് ആരോപിച്ചായിരുന്നു ഇരുവരും കൊമ്പുകോർത്തത്. റോഡുകളുടെ ശോചനീയാവസ്ഥ സംബന്ധിച്ച അടിയന്തര പ്രമേയ നോട്ടീസ് അവതരിപ്പിച്ച മുസ്ലിം ലീഗിലെ നജീബ് കാന്തപുരത്തിന് 16 മിനിറ്റ് 22 സെക്കൻഡ് സമയം അനുവദിച്ച സ്പീക്കറുടെ നടപടിയെയാണ് MB രാജേഷ് അന്ന് ചോദ്യം ചെയ്തത്. മന്ത്രിമാർ സംസാരിക്കുമ്പോൾ പോലും സ്പീക്കർ സമയക്രമം കൃത്യമാണെന്ന് ഉറപ്പാക്കാറുണ്ടെന്നും അടിയന്തര പ്രമേയ നോട്ടീസ് അവതരണത്തിന് കീഴ്വഴക്കം ലംഘിച്ച് 16 മിനിറ്റും 22 സെക്കൻഡും അനുവദിച്ചെന്നായിരുന്നു MB രാജേഷിന്റെ വിമർശനം. എന്നാൽ നിയമസഭയിലെ ഡിജിറ്റൽ ക്ലോക്കിന്റെ തകരാറിനെ തുടർന്നാണ് കൂടുതൽ സമയമെടുത്തതായി കാണിച്ചതെന്ന് സ്പീക്കർ വിശദീകരിച്ചു. സാധാരണ അടിയന്തര പ്രമേയ നോട്ടീസ് പരിഗണിക്കുമ്പോൾ അനുവദിക്കുന്ന 10 മിനിറ്റ് മാത്രമേ നജീബ് കാന്തപുരത്തിനും നൽകിയിട്ടുള്ളൂ. ഇക്കാര്യത്തിൽ സമയക്രമം കൃത്യമായി പാലിച്ചിട്ടുണ്ടെന്നും തനിക്ക് മുന്നിലെ വാച്ചിൽ സമയം നോക്കുന്നുണ്ടെന്നും സ്പീക്കർ തിരിച്ചടിച്ചു. രണ്ടാം പിണറായി സർക്കാരിന്റെ ആദ്യത്തെ നിയമസഭാ സമ്മേളനത്തിൽ സ്പീക്കറായിരുന്നത് രാജേഷാണ്. അന്ന് സംസാരിക്കുന്നതിനിടെ 15 മിനിറ്റായി എന്ന സ്പീക്കറായിരുന്ന MB രാജേഷ് ഓർമ്മിപ്പിച്ചതാണ് ഷംസീറിനെ ചൊടിപ്പിച്ചത്. അല്ല, അത് നിങ്ങൾ അപ്പുറത്ത് കണ്ടില്ല എന്നായിരുന്നു ഷംസീറിന്റെ മറുപടി. ഇതോടെ സ്വയം നിയന്ത്രണം പാലിക്കണമെന്നാണ് ഓർമ്മിപ്പിച്ചതെന്ന് രാജേഷ് പറഞ്ഞു. പിന്നാലെ സ്പീക്കറെ ഷംസീർ ഉപദേശിച്ചു. സ്പീക്കർ എന്ന് പറഞ്ഞാൽ അൺബയാസ്ഡ് ആയിട്ടുള്ള ആളായിരിക്കണം, ഷംസീർ പറഞ്ഞു. ഇതോടെ പ്രതിപക്ഷം ശബ്ദമുയർത്തി. ഉടൻ തന്നെ താൻ സ്പീക്കറെ ചോദ്യം ചെയ്തതല്ല എന്ന മറുപടിയുമായി ഷംസീർ ആ വിഷയം അവസാനിപ്പിച്ചു. 2022 ഡിസംബറിൽ സഭയിൽ മുൻ സ്പീക്കറായ രാജേഷിന് അതേ നാണയത്തിലായിരുന്നു ഷംസീറിന്റെ തിരിച്ചടി. മന്ത്രി MB രാജേഷിന്റെ പ്രസംഗം നീളുന്നുവെന്ന് ഓർമ്മപ്പെടുത്തിയ സ്പീക്കറുടെ ഇടപെടൽ സഭാംഗങ്ങളിൽ ചിരി പടർത്തി. കോവിഡ് കാലത്ത് ഷംസീർ മാസ്കില്ലാതെ സഭയിൽ ഇരുന്നതിനെ സ്പീക്കറായിരുന്ന രാജേഷ് വിമർശിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട എൻ ഷംസീർ അങ്ങ് തീരെ മാസ്ക് ഉപേക്ഷിച്ചതായാണ് കാണുന്നത്. ദൃശ്യങ്ങൾ വെബ്കാസ്റ്റ് ചെയ്യുന്നതാണ്, ടെലിവിഷനിലൂടെ ആളുകൾ കാണുമെന്നും ഇത് തെറ്റായ സന്ദേശം നൽകുമെന്നായിരുന്നു അന്ന് രാജേഷ് പറഞ്ഞത്.